ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും എജു ഫ്ലവർ മാളിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പ്രിയമുള്ളവരെ, നമ്മുടെ ചാനൽ വഴി ദിവസവേതന അധ്യാപക ഒഴിവുകൾ ലഭ്യമാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പ്രസ്തുത വീഡിയോകൾ നിങ്ങൾ കാണുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഉപകാരപ്പെടുന്നുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്. തുടർന്നും വീഡിയോകൾ കാണുക, നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ദിവസവേതന അധ്യാപകർക്ക് സന്തോഷം നൽകുന്ന ഒരു വാർത്തയെ സംബന്ധിച്ചാണ് പ്രതിപാദിക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായി നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. അതുവഴി ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായി എത്താൻ അത് ഉപകരിക്കും. പിന്നെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. 2024-25 അധ്യയന വർഷത്തേക്ക് സർക്കാർ സ്കൂളുകളിൽ ദിവസവേതന അടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം സംബന്ധിച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ചില മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ട് ഉത്തരവായിട്ടുണ്ട്. പ്രസ്തുത ഉത്തരവാണ് നമ്മളിന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഉത്തരവ് ഒന്ന് വായിച്ചു നോക്കാം. 2023-24 അധ്യയന വർഷം സംസ്ഥാനത്തെ സർക്കാർ സ്കൂളുകളിലെ 30 ദിവസത്തിലധികം ദൈർഘ്യമുള്ള ഒഴിവുകളിൽ ദിവസവേതന അടിസ്ഥാനത്തിൽ താൽക്കാലിക അധ്യാപക ഓർ ഫുൾ ടൈം മീനിയൽ ഉൾപ്പെടെയുള്ള അനധ്യാപക നിയമനങ്ങൾ നടത്തുന്നതിന് പരാമർശം 2 പ്രകാരം അനുമതി നൽകിയിരുന്നു. 2024-25 അധ്യയന വർഷത്തിലേക്കും സർക്കാർ സ്കൂളുകളിൽ ദിവസവേതന അടിസ്ഥാനത്തിൽ താൽക്കാലിക അധ്യാപക ഓർ ഫുൾ ടൈം മീനിയൽ ഉൾപ്പെടെയുള്ള അനധ്യാപക നിയമനങ്ങൾ നടത്തുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കണമെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ പരാമർശം 3 പ്രകാരം ആവശ്യപ്പെട്ടിട്ടുണ്ട്. സർക്കാർ ഇക്കാര്യം വിശദമായി പരിശോധിച്ചു. സംസ്ഥാനത്തെ സർക്കാർ സ്കൂളുകളിൽ 30 ദിവസത്തിൽ കൂടുതൽ ദൈർഘ്യമുള്ള ഒഴിവുകളിൽ ചുവടെ പറയുന്ന നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് 2024-25 അധ്യയന വർഷവും ദിവസവേതന അടിസ്ഥാനത്തിൽ താൽക്കാലിക അധ്യാപക ഓർ ഫുൾ ടൈം മീനിയൽ ഉൾപ്പെടെയുള്ള അനധ്യാപക നിയമനങ്ങൾ നടത്തുന്നതിന് അനുമതി നൽകി ഉത്തരവാകുന്നു. ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഉത്തരവുകൾ നമുക്ക് നോക്കാം. 1. തസ്തിക നിർണയം സംബന്ധിച്ച് അതാത് കാലത്ത് നിലവിലിരിക്കുന്ന തസ്തിക നിർണയ ഉത്തരവ് പ്രകാരം ഏതെങ്കിലും കാറ്റഗറിയിൽ അധ്യാപകർ അധികമെന്നു കണ്ടെത്തിയ സ്കൂളുകളിൽ അവർ തുടരുന്നുവെങ്കിൽ പ്രസ്തുത കാറ്റഗറിയിൽ ദിവസവേതന അടിസ്ഥാനത്തിൽ നിയമനം നടത്തരുത്. അധികമായി കണ്ടെത്തിയ അധ്യാപകരെയെല്ലാം നിലവിലുള്ള ഒഴിവുകളിലേക്ക് ഇത് സംബന്ധിച്ച് ബാധകമാകുന്ന വ്യവസ്ഥകൾക്ക് വിധേയമായി സ്ഥലം മാറ്റി ക്രമീകരിക്കേണ്ടതാണ്. 2. വിവിധ ഉത്തരവ് നമ്പറുകൾ കൊടുത്തിട്ടുണ്ട്. തുടങ്ങിയ ഉത്തരവുകളിലൂടെ സർക്കാർ ഈ വിഷയത്തിൽ പുറപ്പെടുവിച്ച മാനദണ്ഡങ്ങൾ കർശനമായും പാലിച്ചിരിക്കേണ്ടതാണ്. 3. PSC റാങ്ക് ലിസ്റ്റ് ഓർ ഷോർട്ട് ലിസ്റ്റ് നിലനിൽക്കുന്ന ജില്ലകളിൽ പ്രസ്തുത ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളവർ അപേക്ഷകരായി ഉണ്ടെങ്കിൽ അത്തരം ഉദ്യോഗാർത്ഥികളെ ദിവസവേതന അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിന് മുൻഗണന നൽകേണ്ടതാണ്. എന്നാൽ ഇത്തരത്തിൽ ദിവസവേതന അടിസ്ഥാനത്തിൽ നിയമനം ലഭിക്കുന്ന കാലയളവിലെ ആനുകൂല്യങ്ങൾ ഒന്നും തന്നെ ഭാവിയിൽ ഇയാൾക്ക് PSC മുഖേനയുള്ള സ്ഥിര നിയമനത്തിന് കണക്കാക്കുകയില്ല. 4. കേറ്ററ്റ് ഓർ സെറ്റ് യോഗ്യത നേടിയതോ സ്ഥിരം ഇളവ് ലഭിച്ചിട്ടുള്ളതോ ആയ അധ്യാപകരെയാണ് ദിവസവേതന അടിസ്ഥാനത്തിലും നിയമിക്കേണ്ടത്. 5. ദിവസവേതന അടിസ്ഥാനത്തിൽ താൽക്കാലിക അധ്യാപകർ റെഗുലർ ഒഴിവിൽ തുടരുന്ന കാരണത്താൽ പ്രസ്തുത ഒഴിവ് PSCക്ക് റിപ്പോർട്ട് ചെയ്യാതിരിക്കരുത്. അപ്രകാരം കൃത്യവിലോപം കാട്ടുന്ന പ്രഥമാധ്യാപകരുടെ പേരിൽ അച്ചടക്ക നടപടികൾ സ്വീകരിക്കുന്നതാണ്. 6. ദിവസവേതന അടിസ്ഥാനത്തിൽ നിയമിതരാകുന്ന അധ്യാപകർക്ക് ധനവകുപ്പ് അതത് കാലത്തേക്ക് ബാധകമാക്കി പുറപ്പെടുവിക്കുന്ന ഉത്തരവിൽ നിഷ്കർഷിച്ചിട്ടുള്ള നിരക്കിൽ ദിവസവേതനം അനുവദിക്കാവുന്നതാണ്. നിരക്ക് വർധന വരുത്തി സർക്കാർ പുതുക്കിയ ഉത്തരവ് പുറപ്പെടുവിക്കുന്ന പക്ഷം പുതുക്കിയ നിരക്ക് ബാധകമാക്കേണ്ടതാണ്. 7. ഹയർ സെക്കൻഡറി ഓർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ മുൻ പറഞ്ഞ മാനദണ്ഡങ്ങൾ അനുസരിച്ചുള്ള ഒഴിവിൽ അതത് സ്പെഷ്യൽ റൂൾ, നിലവിലുള്ള സർക്കാർ നിർദ്ദേശങ്ങൾ എന്നിവയ്ക്കനുസൃതമായി യോഗ്യതയുള്ള അധ്യാപകരെയും, അതായത് HSST ഓർ HSST ജൂനിയർ ഓർ NVT ഓർ NVT ജൂനിയർ വൊക്കേഷണൽ ടീച്ചർ അനധ്യാപകരെയും ഇപ്രകാരം നിയോഗിക്കാവുന്നതാണ്. 8. ദിവസവേതന അടിസ്ഥാനത്തിൽ നിയമിക്കപ്പെടുന്നവരെ ആവശ്യമെങ്കിൽ സ്കൂൾ കലണ്ടർ പ്രകാരമുള്ള അക്കാദമിക വർഷത്തിലെ അവസാന പ്രവൃത്തി ദിനം വരെയും പ്രസ്തുത സ്കൂളിൽ തുടരുവാനും അക്കാദമിക പ്രവർത്തനം നടത്തുന്നതിനും അനുവദിക്കാവുന്നതും അർഹമായ ദിവസവേതനം നൽകാവുന്നതുമാണ്. 9. ദിവസവേതന അടിസ്ഥാനത്തിൽ നിയമിക്കുമ്പോൾ അതത് തസ്തികകളിൽ സ്ഥിര നിയമനത്തിന് നിശ്ചയിച്ചിട്ടുള്ള മിനിമം പ്രായപരിധിക്കും വിരമിക്കൽ പ്രായത്തിനുമകത്തുള്ളവരെ, അതായത് 56 വയസ്സ് പരിഗണിക്കാവുന്നതാണ്. അത് തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഇനി 10ാമതായി, ദിവസവേതന നിയമനം നടത്തുന്നതിന് അതത് വിഭാഗത്തിൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കി അതിനനുസൃതമായി നിയമനം നടത്തേണ്ടതും അപ്രകാരം നിയമിക്കുമ്പോൾ ഒഴിവില്ലാതെ വരുന്ന സാഹചര്യത്തിൽ റാങ്ക് ലിസ്റ്റിൽ താഴെ വരുന്ന വ്യക്തി ആദ്യം പുറത്താകുന്നതുമാണ്. അതായത് ഇപ്പോൾ റാങ്ക് ലിസ്റ്റൊക്കെ തയ്യാറാക്കി നിയമനം നടത്തി ഒരു വിഷയത്തിൽ തന്നെ 2 പോസ്റ്റും മറ്റൊക്കെ വരുന്ന സമയത്ത് അങ്ങനെ പിന്നീട് ആ പോസ്റ്റിലേക്ക് വേറെ ആളൊക്കെ വരുന്ന സന്ദർഭത്തിൽ അപ്പോൾ അതിൽ ആരാണ് ഒന്നാമതായി വന്ന ആളാണോ രണ്ടാമതായി വന്ന ആളാണോ ആദ്യം പോവേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഡൗട്ട് ഉണ്ടായിരുന്നല്ലോ. ഇപ്പോൾ അത് ക്ലാരിഫൈ ചെയ്യപ്പെട്ടിരിക്കുകയാണ്.
റാങ്ക് ലിസ്റ്റ് താഴെ വരുന്ന വ്യക്തിയായിരിക്കും ആദ്യം പുറത്തു പോവേണ്ടി വരിക. ഓക്കെ, ഏതായാലും ഈ ഒരു ഉത്തരവ് തീർച്ചയായിട്ടും ഒരുപാട് പേർക്ക് പ്രയോജനപ്രദമായിരിക്കും. പ്രത്യേകിച്ചും ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കുടുംബം പോറ്റുന്നത് ഒരുപക്ഷെ ഇത്തരം ദിവസവേതന അധ്യാപക ജോലിയിലൂടെയും മറ്റുമൊക്കെ ആയിരിക്കാം. അങ്ങനെയുള്ളവർക്കൊരു വലിയൊരു ആശ്വാസം തന്നെയായിരിക്കും ഇത്. ഏതായാലും ഈ ഉത്തരവിനെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ അനുഭവങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുമല്ലോ. താങ്ക്